വയനാടിൻ്റെ ഈ മനോഹരമായിട്ടുള്ള കുന്നിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ വിൽ സി എ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല ആർക്കിടെക്ചറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അത് ഇറ്റ്സ് എ സ്കൂൾ, വെസ്റ്റേൺ ഗട്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ എക്സലൻസ് എന്ന പേരുള്ള സ്കൂളാണ്. കേരളത്തിൽ നിന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കുറേ കുട്ടികൾ വന്ന് ഒത്തൊരുമയോടുകൂടി പഠിക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെയുള്ള ക്യാമ്പസിൻ്റെ ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. ആ ക്യാമ്പസ് എൻവയോൺമെൻറ്റ് ബ്യൂട്ടി എന്നുള്ളതിലുപരി കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള ദി റിലേഷൻഷിപ്സ് ദേ ഹാവ് വിത്ത് ഈച്ച് അതർ, അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അവിടെ കുട്ടികൾ ദേ എൻജോയ് സ്റ്റഡിങ് ദം. ഇൻഷാ അല്ലാഹ് വിൽ എക്സ്പ്ലോർ വെസ്റ്റേൺ ഗട്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോഷ്യൽ എക്സലൻസ് നൗ. നമ്മളിപ്പോൾ വൈസിൽ എത്തിയിട്ടുണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സോഷ്യൽ എക്സലൻസ്. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ആ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഒരു കുന്നിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ്. ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ലോഗോ ആണ് ഇവിടെ കാണുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സോഷ്യൽ എക്സലൻസ്. നമ്മൾ ഇതിലൊരു സ്ഥാപനത്തിലോട്ട് കയറുകയാണ്. വയനാട് ചിലക്ക് കയറുന്ന ഒരു വൈബാണ് ഇതിൽ കിട്ടുന്നത്. ഇറ്റ്സ് ആക്ച്വലി റിയലി ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഒരു നാച്ചുറൽ സെറ്റിംഗ് ആണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഡോർ സ്റ്റഡീസും ഇൻഡോർ സ്റ്റഡീസും ഉള്ള ഹാൻഡ്സ് ഓൺ സ്റ്റഡി മെത്തഡോളജി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ലെറ്റ്സ് എക്സ്പ്ലോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ മോർ. സാധാരണ നമ്മൾ കുട്ടികളോട് സ്കൂളിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിരസതയാണ് അല്ലേ. സ്കൂളിനെ പറ്റി ചിന്തിക്കുമ്പോൾ സ്ട്രെസ്സാണ്. സ്കൂളിലേക്ക് കയറുമ്പോൾ അവർ കാണുന്നത് ഒരു ബോക്സി ബിൽഡിംഗ് ആണ്. അതിൽ കിട്ടുന്നൊരു വൈബ് എന്ന് പറയുന്നത് ജയിൽ ടൈപ്പ് വൈബാണ്. പക്ഷെ ഇവിടെ നമ്മൾ വയസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന വി ആർ മെറ്റ് വിത്ത് എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ഒരു ഹോംലി ഫീല് നൽകുന്ന ആ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗാണ് നമ്മളിവിടെ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റുഡൻറ്റ് രാവിലെ വരുമ്പോൾ അവർ സ്കൂളിലോട്ട് എൻ്റർ ചെയ്യുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ദേ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ ക്ലാസ് റൂംസ്. അവരുടെ ക്ലാസ് റൂംസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ദേ ഹാവ് എ റിയലി ഗുഡ് കളക്ഷൻ. വയസ്സിലെ ഇവിടെയുള്ള ലൈബ്രറിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഓപ്പണായിട്ട് എപ്പോഴും ഒന്ന് ലൈബ്രറി ആക്സസിബിൾ ആണ്. ഇവിടെ കുറേ ജോൺറേഴ്സിലുള്ള പുസ്തകങ്ങളുണ്ട്. ലിറ്ററേച്ചർ, സയൻസസ്, ഹ്യൂമാനിറ്റീസ്, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ മുതൽ കുറേ ജോൺറ ബുക്കുകൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആൻഡ് ദാറ്റ് സംതിങ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. വോയിസിൽ നല്ല അക്കാഡമിക് എക്സലൻസിനുള്ള സ്പേസ് ഉള്ളതുപോലെ തന്നെ നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള സ്പേസ്, റോം അറൗണ്ട് ചെയ്യാനുള്ള സ്പേസ്, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ദെൽ ഗ്രോ അപ്പ് വിത്ത് എ കൺജസ്റ്റഡ് മൈൻഡ് സെറ്റ്. സോ ഹിയർ ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്, ടൂർണമെൻറ്റ്സ് നടക്കുന്ന, അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഫുട്ബോൾ ആക്ടിവിറ്റീസ്, കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളതിനുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളോട് ജനറലി നമ്മൾ ഭക്ഷണത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മോശമായിട്ടുള്ള കാര്യമാണ് അവർക്ക് പറയാനുണ്ടാകുക. പക്ഷെ ഇവിടെ വയസ്സിലെ കുട്ടികളോട് നിങ്ങൾ ഭക്ഷണത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വി ഗെറ്റ് ടു ഹാവ് ബ്യൂട്ടിഫുൾ റിവ്യൂസ്. കാരണം അത്ര വെൽ മാനേജ്ഡ് ആണ് ഇവിടെയുള്ള ക്യാൻറ്റീൻ എന്നുള്ളതാണ്. ഹെൽത്തി ഫുഡ്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ശരിക്കും എഡ്യൂക്കേഷനിലൂടെ കിട്ടേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്, മാനേജ്മെൻറ്റ് ക്വാളിറ്റീസ്, കോർഡിനേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ അതൊന്നും കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കിട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിൽ കുട്ടികളെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ടെക്നിക് ദാറ്റ് വൈസ് എംപ്ലോയ്സ്. അവർ ഈ ക്യാൻറ്റീൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കുട്ടികളെയാണ് ഏൽപ്പിക്കുന്നത്. ഇതിൻ്റെ റെഗുലേഷൻ, ഇതിൻ്റെ കോർഡിനേഷൻ ഒക്കെ കുട്ടികളുടെ ഇടയിലുള്ള ഒരു മെസ് ടീമാണ് നിർവഹിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല വെൽ മാനേജ്ഡ് ആണ്. ഇറ്റ്സ് വെരി ക്ലീൻ. അത്ര നല്ല രീതിയിൽ ഇത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഇവിടെയുള്ള ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ്. അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള കാടുകളും മലകളും പൂക്കളും ഒക്കെ കണ്ട് ശരിക്കും മൈൻഡ് തന്നെ ഫ്രീ ആക്കുന്നതാണ്. ഒരു കുട്ടിക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദേ ഹാവ് എ ഫ്രീ മൈൻഡ്. ആ ഒരു മൈൻഡ് ക്ലാസ് റൂമിൽ കിട്ടുന്നുള്ളതാണ് അവിടെയുള്ള പ്രത്യേകത. ഭയങ്കര സ്പേഷ്യസ് ആണ്. ക്ലാസ് റൂമിൽ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. ദി റൂഫ് ഈസ് ആക്ച്വലി വെരി ഹൈ. നല്ല എയർ ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ അബൌട്ട് വൈസ്. എഡ്യൂക്കേഷൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഗ്രോത്ത് ആണ്. കുട്ടികൾക്ക് എല്ലാ രീതിയിലും വളരാനും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ, അനാലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, അക്കാഡമിക് നോൺ അക്കാഡമിക് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അവർക്ക് ക്രിയേറ്റീവ്ലി ഗ്രോ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളുടെ യഥാർത്ഥ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ കുറേ കാരണത്താൽ നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾക്കൊന്നും അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്.
ബട്ട് ഹിയർ വൈസിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള കുട്ടികളുമായിട്ട് എൻഗേജ് ചെയ്തപ്പോൾ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കണ്ടപ്പോൾ ഐ ഫെൽറ്റ് എക്സ്ട്രീംലി ഹാപ്പി ബിക്കോസ് ദേ ഹാവ് സച്ച് എൻ എൻവയോൺമെൻറ്റ്. ലുക്കിംഗ് ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് സച്ച് എൻ ഓപ്പർച്യൂണിറ്റി.